മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ശ്രുതി ടീച്ചറാണ്. അടിസ്ഥാന പാഠാവലിയാണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ആദ്യം വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട പാഠം, ആ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യ സാധ്യതകളുണ്ട് എന്നൊക്കെ ടീച്ചർ പറഞ്ഞുതരാൻ പോവാണേ. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാം. അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ 6ാം ക്ലാസ്സിൽ വജ്രയുടെ ഒരു എൻഡ് ഗെയിം ബാച്ച്, വജ്ര ബാച്ചാണ് ഓൺലൈൻ ട്യൂഷൻ ബാച്ച് 6ാം ക്ലാസ്സിലെ എൻഡ് ഗെയിം ബാച്ച് ഇതാ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു എൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ? അല്ലെ, ഇത്രയും കാലം പഠിച്ചില്ല, ഇനി എനിക്ക് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. 6ാം ക്ലാസ്സിലുള്ളത് വൃത്തിയായിട്ട് പഠിച്ചാലാണ് 7ാം ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ ഒരു എൻഡ് ഗെയിം ബാച്ച് ഒരു 15% ഓഫറോട് കൂടി ഇവിടെ ഉണ്ട്. 1275 രൂപ മാത്രമാണ് ഇതിൻ്റെ ഫീ. ഇതാ ഈ ഒരു നമ്പറിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷനോ വേണ്ട കേട്ടോ. അപ്പോൾ ടീച്ചർ ഇതാ പരീക്ഷയ്ക്ക് വേണ്ട ഒരു പാഠമാണ് മീനും ഞാനും എന്ന് പറയുന്നത്. ഇറാനിയൻ സംവിധായകനായ ബാബക് ഹബീബ് ഇവർ സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ഒരു ദൃശ്യരേഖയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഈ പാഠത്തിലൂടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? സിനിമയെ കുറിച്ചുള്ള ഒരു അറിവാണ് അല്ലേ? സിനിമയും നാടകമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഈ പാഠം മീനും ഞാനും എന്ന് പറയുന്ന പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നു ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ എങ്ങനെ മേക്ക് ചെയ്തു, അതിലെ ഓരോ സീൻ ബൈ സീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാ ഞാൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചിത്രം, ഒരു അടുക്കളയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അടുക്കളയിൽ എന്താണ്, ഇവിടെ ഒരു ചില്ലുപാത്രമുണ്ട്, ഒരു അലങ്കാര ചെടിയുണ്ട്. ഇതാ അത് മുഴുവനായിട്ടും കാണുന്നു. അടുക്കളയുടെ ഒരു ചിത്രമാണ്. അവിടെ ഒരു മനുഷ്യൻ അല്ലേ, ഒരാള് എന്ത് ചെയ്യുന്നുണ്ട്, കെറ്റിലിൽ നിന്ന് ചായ പകരുന്നുണ്ട്. ചായ ഓർ കോഫി അല്ലേ, ചായയോ കാപ്പിയോ അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അദ്ദേഹം ചായ കുടിക്കുന്നത് ഇത് ഈ ഒരു ചില്ലി ഗ്ലാസ്സിലൂടെ കാണിക്കുന്നുണ്ട് അല്ലേ? സംവിധായകന്റെ മിടുക്കാണ് അവിടെ കാണുന്നത് നമ്മൾ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചായ കുടിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികളിലൂടെയൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹത്തിന് കണ്ണ് കാണില്ല എന്നത്. പിന്നെ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു ജഗ്ഗില് ഈ സിങ്കിന്റെ പൈപ്പിൽ നിന്ന് അദ്ദേഹം വെള്ളം എടുക്കുകയാണ് കേട്ടോ, വെള്ളം എടുക്കുകയാണ്. പിന്നെ ഈ വെള്ളം എന്താണ്, തൻ്റെ അലങ്കാര ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ശരിക്കും ആ ചെടിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വിരലുകൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട് ക്യാമറ. പിന്നെ ഒരു ഫോൺ വരികയാണ്. ആ ഫോൺ വരുന്ന സമയത്ത് അദ്ദേഹം തിരിയുമ്പോൾ ഈ പാത്രം കൊണ്ട്, ഈ ജഗ് കൊണ്ട് ഈ ഒരു ഗ്ലാസ് പാത്രം തട്ടിപ്പോവുകയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന മത്സ്യം നിലത്ത് വീഴുകയാണ്, ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മത്സ്യം. പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുമെന്നറിയില്ല, കണ്ണ് കാണില്ല അല്ലേ? അപ്പോൾ മത്സ്യത്തിന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ തപ്പി നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. പിന്നെ അദ്ദേഹം എന്താണ്, ജഗ്ഗില് വെള്ളം എടുത്തിട്ട്, പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നിലത്തൊഴിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അവിടെ ഒരു വെള്ളം പോകാനുള്ള ഒരു ഹോൾ അവിടെ ഉണ്ട്, അത് കവർ ചെയ്യണം. തൻ്റെ ജാക്കറ്റ് ഉപയോഗിച്ച് ആ ഹോൾ അദ്ദേഹം കവർ ചെയ്യാണ്. അതിനുശേഷം വീണ്ടും വെള്ളം എടുത്ത് ഇങ്ങനെ നിലത്ത് ഒഴിക്കുന്നു. അപ്പോൾ അത് കവർ ചെയ്തുകൊണ്ട് അതിങ്ങനെ ഉയർന്നു വരും അല്ലേ, വെള്ളത്തിന്റെ ലെവൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ മത്സ്യം, തൻ്റെ നഷ്ടപ്പെട്ടു പോയ മീൻ അവിടെ സേഫായിട്ട് സുരക്ഷിതരായിട്ടുണ്ടാവും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമാണ്. അദ്ദേഹം മീനിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹം തിരയുന്നു, കാണുന്നില്ല. അവസാനം തളർന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ മീനിതാ നീന്തി അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്ന ആ ഒരു ക്ലോസ് ഷോട്ടിലാണ് ഈ ഒരു സിനിമ, കുഞ്ഞു സിനിമയാണ് അവസാനിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു സിനിമ, പക്ഷേ വലിയൊരു ആശയം തരുന്ന ഒരു സിനിമ. അപ്പോൾ ഈ സിനിമ എന്താണ്, പല പല സീനുകളിലായിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ് കഥ. വീടിനകത്തെ അടുക്കളയും അതിലെ അലങ്കാര ചെടിയും കണ്ണാടിയും ഒക്കെ ഉണ്ട് അല്ലേ? ചില്ലുപാത്രത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യം നീന്തി തുടിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, മത്സ്യത്തെ ഇട്ടിരിക്കുന്ന പാത്രത്തിന്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, സീൻ 1 ആദ്യത്തെ സീനിൽ എന്താണ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിലുള്ള ഓരോ കാര്യവും അല്ലെ, അലങ്കാര ചെടിയും കണ്ണാടിയും ഒക്കെ, അതിലുള്ള എന്തൊക്കെയാണോ ആ സീനിൽ വേണ്ടത് അതൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം അല്ലേ? പിന്നെ മത്സ്യത്തെ ഇട്ടിരിക്കുന്ന പാത്രത്തിന്റെ ക്ലോസപ്പ് അത് ഇതിനനുസരിച്ചായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ?
സീൻ 3 സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന കെറ്റിലിൽ നിന്ന് ഒരു മനുഷ്യൻ ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുന്നത്. പിന്നെ അദ്ദേഹത്തിന് കാഴ്ച ഇല്ലാത്ത ആളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അംഗവിക്ഷേപണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ ഓരോരോ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാവും. അദ്ദേഹം ചാരി നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. മീനിനെ നിക്ഷേപിച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിന്റെ താഴെ ക്യാമറ ചേർത്ത് വെച്ചാണ് ചിത്രീകരണം അല്ലെ. പാത്രത്തിനും വെള്ളത്തിനും അപ്പുറം അയാൾ കാപ്പി കുടിക്കുന്നത് തുടരുന്നു. പാത്രത്തിലെ മീൻ ചലിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ നിൽപ്പ്, കാപ്പി കുടിക്കുന്ന ദൃശ്യം, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹം അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്നും ജഗ്ഗിലേക്ക് വെള്ളം എടുക്കുന്നു. ഇതാണ് ടീച്ചർ ആദ്യം പറഞ്ഞത്. അതൊരു മീഡിയം ഷോട്ട്. കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാത്ത ഒരാളാണ് എന്ന് ഇവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. എങ്ങനെയാ വെള്ളം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. കാഴ്ചയില്ലാത്ത ഒരാള് അപ്പോൾ ഇല്ലാത്ത ഒരാളാണ് എന്ന് കാഴ്ചയില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അദ്ദേഹം തിരിഞ്ഞ് മീൻ ഇട്ടിരിക്കുന്ന അലങ്കാര ചെടിക്ക് എന്ത് ചെയ്യാണ്? വെള്ളം ഒഴിക്കുകയാണ്. ഇടതു കൈവിരലുകളിലൂടെയാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഇങ്ങനെ നേരിട്ട് അങ്ങ് ഒഴിക്കുകയല്ല, ഇടത് കൈവിരലുകളിലൂടെയാണ് വെള്ളം ഒഴിക്കുന്നത്. ശേഷം തിരിഞ്ഞു നിന്ന് വെള്ളം ഒഴിക്കുന്നത് തുടരുന്നു. അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന ഫോൺ ശബ്ദത്തോടെ സീൻ അവസാനിക്കുന്നു. ഫോൺ ശബ്ദം കേട്ട് അയാൾ പെട്ടെന്ന് തിരിയുമ്പോൾ അറിയാതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം തട്ടി മീനിനെ ഇട്ടിരിക്കുന്ന ചില്ലുപാത്രം താഴേക്ക് വീഴാണ്. അപ്പൊ ചില്ലുപാത്രം താഴെ വീണ് ഉടയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും നമുക്കത് മനസ്സിലാവുന്നു അല്ലെ. പിന്നെ പാത്രം നിലത്ത് വീണ് പൊട്ടുന്നു, പിടയുന്ന മീനിന്റെ ദൃശ്യം അല്ലെ. അദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ട്, ഇതിന് എന്തെങ്കിലും സംഭവിക്കുമോന്ന്. പിന്നെ എന്താണ്? ഫോണിന്റെ ശബ്ദം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ആംബുലൻസ് സൈറൺ പോലെ. എന്താണ് ആംബുലൻസ് സൈറൺ പോലെ എന്ന് പറഞ്ഞത്? മീന് മരണപ്പിടച്ചിലാണ് അല്ലെ. വെള്ളത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ മീനിന് എന്താണ്? നഷ്ടപ്പെടും, ജീവൻ നഷ്ടപ്പെടും അല്ലെ, വെള്ളം. അപ്പോൾ ഒരു ആംബുലൻസ് ഏത് സമയത്താണ്? നമുക്കൊരു അപകടമുള്ള സമയത്താണ് ആംബുലൻസിന്റെ ആവശ്യം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോൾ ആംബുലൻസിന്റെ സൈറൺ അല്ലെ, അതിവിടെ കാണിച്ചിരിക്കുകയാണ്. പുറകിൽ നിന്നും ഫോണിന്റെ ശബ്ദം, ഇങ്ങനെ റിങ് ചെയ്യുന്ന ഫോണിന്റെ ശബ്ദം അല്ലെ. പിന്നെ അത് ഐ ഹാങ്കിൾ ഷോട്ടായിട്ട് നിലത്ത് വീണ് മീനിന് വേണ്ടി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ പരതുന്നുണ്ട്. ഒരു ഫോൺ റിങ് ചെയ്ത് തീരുന്ന സമയത്തിനുള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ജീവന് വേണ്ടി പിടയുന്ന മീൻ കുഞ്ഞിനെ അവിടെ ഇങ്ങനെ ക്ലോസപ്പ് ഷോട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. താഴെ വീണ് പിടയുന്ന മീനിനെ പരതുന്നുണ്ട്. ആര് പരതുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അത് നിർത്തി മറ്റെന്തോ തിരയുന്നു. ക്യാമറ തറയോട് ചേർത്ത് വെച്ചിട്ട് അടുത്ത ഷോട്ട്. അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിന്റെ ദ്വാരം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തറയില് കൈകൊണ്ട് പരതി കണ്ടുപിടിക്കുന്നു. തന്റെ ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെ അദ്ദേഹം ആ ഒരു ഹോള് അടയ്ക്കുന്നു. പിന്നെ മേൽക്കുപ്പായം, അതാണ് ഇവിടെ പറയുന്നത്. തന്റെ മേൽക്കുപ്പായം, നമ്മളെ ജാക്കറ്റ് എന്ന് പറഞ്ഞില്ലേ, തിടുക്കത്തിലഴിച്ച് വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പിന്റെ ദ്വാരം അടയ്ക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ പാത്രം കഴുകുന്ന സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തുടർച്ചയായി നിലത്തേക്ക് ഒഴിക്കുകയാണ്. അതൊക്കെ ഒരു മീഡിയം ഷോട്ടാണ്, നമ്മൾ കാണുന്നുണ്ട് എല്ലാം. അതിൽ വെള്ളം തറയിലേക്ക് ഒഴിക്കുന്നത് തുടർച്ചയായി കാണിക്കുമ്പോൾ എന്താണ്? ക്യാമറ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിനൊപ്പം മുകളിലേക്കും താഴേക്കും ചലിക്കുന്നു അല്ലെ. തൻ്റെ ഒരു ഇഞ്ചോളം വെള്ളം നിറഞ്ഞ തറയിലിരുന്നിട്ട് മീൻ കുഞ്ഞിനെ തിരയുന്നുണ്ട്. ആ സമയത്ത് മത്സ്യക്കുഞ്ഞിനെ കണ്ടെത്താനാവാതെ നിരാശനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ മത്സ്യത്തിന് പരതുന്ന ഒരു ശ്രമം ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം ക്ലോസപ്പില് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു പിയാനോന്റെ സംഗീതവും. എന്താണോ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെ. പിന്നെ എന്താണ്? കൈകള്, അദ്ദേഹത്തിന്റെ കൈകളുടെ ക്ലോസപ്പ് ദൃശ്യം കമഴ്ത്തി വെച്ചിരിക്കുന്നത് കൈകൾക്കുള്ളിലേക്ക് അല്ലെ, ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുകയാണ് കൈ. അതിന്റെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടേക്ക് എന്ത് വരികയാണ്? മത്സ്യം ഇങ്ങനെ ഇഴഞ്ഞിട്ട് ഒരു ചെറുപക്ഷിയെ പോലെ വരുന്നതാണ് സീൻ അവസാനിക്കുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റിയാൽ നല്ലതായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ അതിമനോഹരമായ ഒരു കുഞ്ഞു വലിയ സിനിമ എന്ന് നിങ്ങൾക്ക് എഴുതാം അല്ലേ. ആരാണ് സംവിധായകൻ എന്ന് എഴുതുക. ഇതൊക്കെ എഴുതിക്കൊണ്ട് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ്, കഥ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആശയം എഴുതിക്കൊണ്ട് സിനിമ മനോഹരമാണ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മാർക്ക് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും അല്ലേ. ഇനി വേറെ നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ ആസ്വാദനക്കുറിപ്പായി എഴുതാൻ പറയുന്നതാണെങ്കിൽ ആ ചോദ്യമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. മറക്കരുത്, നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമായിട്ട് ടീച്ചർ വീണ്ടും വരാം.
അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.